السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين برضا الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാരെ, സ്നേഹനിധികളായ ശ്രോതാക്കളായ മുഅ്മിനുകളെ, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, ക്ലാസ് റൂമിൽ എത്തിച്ചേരാൻ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കാരണം അല്പസമയം വൈകി. പക്ഷെ വെറും പാട്ടും ബൈത്തും ആകുമ്പോൾ എന്തെങ്കിലൊക്കെയും ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ താൽപര്യം കാണിക്കുന്ന പല മുഅ്മിനീങ്ങളും ഈ സമയത്ത് നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹിന്റെ പേരിലുള്ള മൗലിദും അസ്മാഉൽ ബദറക്കും ചൊല്ലി, അതിന്റെ ഇടയിൽ നമ്മുടെ താജു ആ മഹബത്തു റസൂലിനെ കൊണ്ടുള്ള അതിന്റെ ഉപകാരവും മഹത്വക്കെയും സാധാരണക്കാരനാണെങ്കിലും മനസ്സിൽ നിന്ന് ഖൽബിന്റെ അടിഭാഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുള്ള ഒരു ചെറിയ ഉപദേശവും താജുവിന്റെ വകയുണ്ടായി. പിന്നെ ഇന്നലെ അൽഹംദുലില്ലാ KMICയുടെ നേതാക്കന്മാരും സാധുക്കളായ ഞങ്ങളെ പോലത്തെ ചില ഉസ്താദന്മാരും കൂടി നല്ലൊരു തിരുവമ്പാടി മേഖലയിൽ ഒരു യാത്ര നടത്തുകയുണ്ടായി. അൽഹംദുലില്ലാ പലവരുമായി ബന്ധപ്പെടാൻ സാധിച്ചു. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുകയുള്ളൂ എന്ന് കാരണവന്മാർക്കൊരു ചൊല്ലുണ്ട്. വളരെ വാസ്തവമാണ്. ഓരോരുത്തരുടെ അവസ്ഥ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെടുമ്പോഴാണ് അവരുടേതായ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെയും നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മുടെ ക്ലാസ് റൂമിൽ മൈക്കൊന്നും എടുത്ത് കൂടുതലൊന്നും സംസാരിക്കാറില്ലെങ്കിലും എല്ലാ സമയത്തും സജീവമായുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഹംസ ദുബൈ 10, മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി അടുത്തുള്ള. ഒരു മിനിറ്റ് സൈദിന്റെ എത്താ നാസിർ ഉസ്താദിനോട് വന്ന് സൈദിനെ വിളിക്കാൻ പറയട്ടോ. അപ്പൊ ഏതായിരുന്നാലും വേണ്ടി വന്നു. അൽഹംദുലില്ലാ കണ്ടെങ്കിലും വളരെയധികം ശാരീരികമായ അസ്വസ്ഥതയിലാണ് നമ്മുടെ ഹംസക്കയുള്ളത്. പ്രത്യേകമായി ദുആ ചെയ്യാൻ പറയുകയും വളരെയധികം ശാരീരികമായ അസ്വസ്ഥതകളൊക്കെയും അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവിധ രോഗങ്ങളും ശിഫ നൽകി റാഹത്തുള്ള ജീവിതം നൽകി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമായി ജീവിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഹംസക്കയെ കണ്ട് നമ്മുടെ സജീവ പ്രവർത്തകനും KMICയുടെ ജീവനാടി എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മുടെ ശിഹാബ് സവാമയുടെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ ഉമ്മ വളരെയധികം മറ്റൊരു ശാരീരികമായ അസ്വസ്ഥതയിലാണ്. അല്ലാഹു തആല പൂർണ്ണ ഉമ്മാക്ക് നൽകി ദീർഘകാലം ആ കുടുംബത്തിന്റെ തണലിലായി സ്നേഹത്തിലായി ആ കുടുംബത്തിന് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ തിരുവമ്പാടി KMICയെ കണ്ടു. അത് അതിനേക്കാളും വലിയ കഷ്ടപ്പാടിലാണ് ഇപ്പുള്ളത്. അതെന്താ കഷ്ടപ്പാടെന്ന് വെച്ചാൽ അവരൊരു 145ഓളം വില്ലേജുകൾ ജനവാസം ഒഴിവാക്കി ഒരു വൻ ആനകൾക്കും പോലത്തെ ജീവികൾക്ക് മേയാൻ വേണ്ടി
145ഓളം മേഖലകളിൽ വില്ലേജിന്റെ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കുന്ന ഒരു പ്രത്യേകമായ നിയമം വന്ന് ഇന്ന് അത് സംബന്ധമായി ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ഹർത്താലും കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡോക്ടർ സലാം സക്കാഫി ഓമശ്ശേരിയുടെ വീട്ടിൽ പോയി ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. കൂട്ടത്തിൽ നമ്മുടെ അബ്സിനാൻ ഉസ്താദിന്റെ വീട്ടിലും പോയി വളരെയധികം വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു തആലാന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കൽ നമ്മുടെ കടമയാണല്ലോ. അതുകൊണ്ട് ശാരീരികമായ അസ്വസ്ഥതയിൽ അദ്ദേഹവും വിഷമത്തിലാണ്. ഏതായിരുന്നാലും രോഗികളെ സന്ദർശിക്കുന്ന സമയത്തെല്ലാം സ്വർഗീയ പൂന്തോപ്പിലാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ കാണാം. അതിന്റെ കൂലികളൊക്കെയും ഇന്നലെ ഒരുപാട് രോഗികളെയും ഒരുപാട് സുഹൃത്തുക്കളെയും സന്ദർശിച്ചു. അതിന്റെ ഇടയിൽ ജലീൽ മദവൂരിന്റെ വീട്ടിൽ കയറാൻ മറന്നു പ്രതിഷേധം ശക്തമായി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജലീൽ മദവൂർ PM അയക്കുന്നുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായും മറന്നുപോയതാണ്, ഒന്നും വിചാരിക്കരുത്. ഇനിയും ഇതുപോലത്തെ KMICയുടെ യാത്രകൾ ഉണ്ടാകും. ആ സമയത്തൊക്കെയും സ്വീകരണം ഏർപ്പെടുത്താൻ പ്രത്യേകം വഴികളിലുള്ള പ്രവർത്തകരൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഈ ഓൺലൈനിലൂടെയുള്ള ഈ മഹബത്ത് അത് വല്ലാത്തൊരു മഹബത്തായിട്ടാണ്, വല്ലാത്തൊരു സ്നേഹ സംഗമമായിട്ടാണ് സാധുവായി എനിക്ക് ഇന്നലത്തെ പല ആ വീടുകളിലും കയറിയ സമയത്തുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഏതായിരുന്നാലും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാം ഈ പൂവയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൈക്കയെടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഓരോരുത്തരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെടുമ്പോഴാണ് എത്രയോ സുഖത്തിലാണ് ഒരു നിലക്ക് നമ്മളൊക്കെയും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇന്നലെ ഞാൻ ആ പേര് പറയുമ്പോൾ ആ വ്യക്തിക്ക് വിഷമമുണ്ടാവും എന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ വീടാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടാണ്, അതല്ലെങ്കിൽ അത്ര ഭംഗിയില്ല, അല്ലെങ്കിൽ കാണാൻ ചൊറുക്കില്ല എന്നൊക്കെ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ മറ്റുള്ള ചിലവരുടെ വീട് കാണുമ്പോഴാണ് ചിന്ത വരുന്നത് നമ്മളൊക്കെയും എത്രയോ സുഖത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് 7 കാര്യങ്ങൾ ഹബീബായ പ്രവാചകൻ വസിയ്യത്ത് ചെയ്തു. അതിൽ ഒരു കാര്യം, നീ സാധുക്കളുമായി ബന്ധപ്പെടുക, സാധുക്കളെ സഹായിക്കുക, അവരുമായി ബന്ധപ്പെടുക. ആ വാക്കിന് വല്ലാത്തൊരു പ്രസക്തിയുണ്ട്. ഒരു സാധുവിനെ സഹായിക്കുക എന്നതിനേക്കാൾ നമ്മുടെ മനസ്സ് തുറക്കുന്ന രംഗങ്ങളാണ് ഒരു സാധുവിനെ വെടിയുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ നമുക്ക് വരുന്നൊരവസ്ഥ. എവിടെ ഒരു സാധു ഒരു ഫക്കീറായ അല്ലെങ്കിൽ ഒരു മിസ്കീനായ മനുഷ്യനുണ്ട് എന്നറിഞ്ഞു, നമ്മളൊരു സഹായം അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. പക്ഷെ ആ ഒരു മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് അറിയുന്നില്ല. പക്ഷെ ആ വ്യക്തിയുമായി ബന്ധപ്പെടുമ്പോൾ, ആ വ്യക്തിയുടെ വീടുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്കൊക്കെ അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിന്റെ ആ വലുപ്പവും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സാധുക്കളെ സന്ദർശിക്കുക, അവരുമായി എപ്പോഴും ബന്ധപ്പെടുക. അതൊക്കെ നമ്മുടെ മനസ്സിനൊരു അലിവ് വരാൻ പറ്റാവുന്ന, നമ്മുടെ ഹൃദയത്തിലൊക്കെയും സ്നേഹവും കരുണയും ഉണ്ടാക്കി തീർക്കാൻ പറ്റാവുന്ന ഒരു പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഏതായിരുന്നാലും അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് മറ്റൊരു ഉപദേശം, നിന്റെ മുകളിലുള്ളവരിലേക്ക് നീ നോക്കരുത്, താഴെയുള്ളവരിലേക്ക് നോക്കണമെന്ന്. ഞാൻ കൂട്ടത്തിലൊരു കാര്യം ഉണർത്തുകയാണ്. എന്നെ വല്ലാതെ കരയിപ്പിച്ച്, ഞാൻ ആ സുഹൃത്തിന്റെ പേര് പറയുന്നില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ആ വ്യക്തിയുണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി അത് ഇഷ്ടപ്പെട്ടോളം എന്നില്ല. അതായത് ഞാൻ ഇപ്പോൾ 2ാം പെരുന്നാൾക്ക് ഭക്ഷണക്കും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ
ആ സുഹൃത്തിനൊരു PM അയച്ചു. ഞാൻ ബിരിയാണി കഴിച്ചിരിക്കുകയാണ്, ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു പെരുന്നാളിന്റെ ഒരു സന്തോഷം എന്ന നിലക്ക്, ഒരു തമാശ എന്ന് വേണമെങ്കിൽ പറയാം എന്ന നിലക്ക് ഞാനൊരു PM അയച്ചപ്പോൾ ആ സുഹൃത്ത് തിരിച്ച് എനിക്കൊരു PM അയച്ചത് ഇന്നും കരയിപ്പിക്കുകയാണ്. കാരണം ഉസ്താദേ, നല്ലൊരു ജോലിയില്ല, കുറെ ദിവസമായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്, ഞാനൊരു ബിരിയാണി കഴിച്ചു, പെരുന്നാളായിട്ട് ബിരിയാണി കഴിച്ചു, ഉറക്കം വരുന്നുണ്ട് എന്ന് ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരു PM അയച്ചപ്പോൾ ആ സുഹൃത്ത് തിരിച്ച് എനിക്ക് PM അയച്ചത് നല്ല ജോലി ഇപ്പോഴുമില്ല, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ദിവസം കുറേയായി എന്ന് കേട്ടപ്പോൾ വല്ലാത്ത, എനിക്ക് ആ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞൊരു PM അയക്കന്തീനിയില്ല എന്നൊരവസ്ഥയിലേക്ക് എന്റെ ഹൃദയത്തെ എത്തിച്ചു. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ക്ലാസ് റൂം അയക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു, പക്ഷെ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ഒരുപാട് സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ വിഷമങ്ങളൊക്കെയും ഒതുക്കി പിടിച്ചിട്ടാണ് അവർ ഈ സന്തോഷം നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ സമയത്തും അത്തരക്കാരായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. പലവരും പല ജാതി വിഷമത്തിലും പ്രയാസത്തിലും, ചിലപ്പോൾ ഞാൻ അവരുടെ സംസാരങ്ങളും അതല്ലെങ്കിൽ അവരുടെ വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ വിചാരിക്കും അവരൊക്കെയും എത്രയോ വലിയ സന്തോഷത്തിലും സുഖത്തിലുമാണെന്ന്. പക്ഷേ അവർ നമ്മളെക്കാൾ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. പക്ഷെ അതെല്ലാം അല്ലാഹു തആലാന്റെ ഖളാ ഖദർ, എല്ലാവിധ ഖൈറും ഷർറും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെയും തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു എനിക്കത് നൽകുന്നത്, അത് സന്തോഷമായാലും ദുഃഖമായാലും അൽഹംദുലില്ലാ പറയാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുത്തത് പലപ്പോഴും ഇതുപോലത്തെ ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന ഉപദേശങ്ങൾ വഴിക്കായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു പോകുന്നു. കാരണം എത്രയോ മനുഷ്യന്മാർ വിഷമങ്ങളും പ്രയാസങ്ങളും എത്തുന്ന സമയത്ത് ആവലാദികൾ പറയുന്നത് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മുടെ ക്ലാസ് റൂമിൽ മൈക്കെടുത്ത് ആവേശകരമായി സന്തോഷകരമായി സംസാരിക്കുന്ന പലവരും നമുക്ക് തോന്നും അവരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ നല്ല സന്തോഷത്തിലാണെന്ന്. പക്ഷേ ആ വിഷമങ്ങളൊക്കെയും അവർ ഒതുക്കിപ്പിടിച്ച് പുറത്തേക്ക് അതൊന്നും കാണിക്കാതെ എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനം എന്നുറപ്പിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല അത്തരം മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളോടും പറയാനുള്ളത്, നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മുടെ ഉയർന്നവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ട് എന്ന് തോന്നുന്നത്. നേരെ മറിച്ച് നമ്മളെക്കാൾ എത്രയോ വിഷമം സഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ കുടുംബമിത്രാദികളിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അവരെക്കാളൊക്കെ എത്രയോ സുഖത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ കുടുംബം ജീവിക്കുന്നത് എന്ന ചിന്ത വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സന്തോഷം വരിക. അതുകൊണ്ടാണല്ലോ പെരുന്നാൾ ദിവസത്തിലൊക്കെയും നമ്മുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുക, കുടുംബമിത്രാദികളെ സന്ദർശിക്കുക, കുടുംബ ബന്ധം ചേർക്കുക. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോഴാണ് നമ്മളെക്കാൾ വിഷമം സഹിക്കുന്ന വിഭാഗത്തെ നമുക്ക് അറിയാൻ സാധിക്കുക. നമ്മളിങ്ങനെ നമ്മുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. സാന്ദർഭികമായി മറ്റൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഇവിടത്തെ നല്ലൊരു വിഭാഗം മനുഷ്യരെ ഉറക്കിക്കിടത്തുകയാണ്. കാരണം നമ്മളൊക്കെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ റോഡിന്റെ ഇരുവശങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാവങ്ങളെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
നേരെ മറിച്ച് ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയല്ല. കാരണം വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്റെ കൈവശമുള്ള മൊബൈലിൽ പലജാതി ഗാനങ്ങളും പലജാതി പാട്ടുകളുമായി ഹെഡ്സെറ്റും വെച്ചും കൊണ്ട് ഈ പാട്ടും കേട്ട് ആസ്വദിച്ചങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ ലോകത്ത് ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ ഇരുഭാഗങ്ങളിൽ എത്രയോ പാവങ്ങൾ യാതൊരു മാർഗവുമില്ലാതെ ജീവിക്കുന്നുണ്ട് എന്നതിലേക്കൊരു ചിന്ത കൊടുക്കാൻ നമുക്ക് സമയം ഇല്ലാതെയാകുന്നുണ്ട്. ഏതായിരുന്നാലും ഞാൻ ചുരുക്കി പറയുന്നത്, യാത്രകളിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുമ്പോൾ, കുടുംബമിത്രാദികളെ സന്ദർശിക്കുമ്പോൾ, സ്നേഹിതന്മാരെ സന്ദർശിക്കുമ്പോൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെയും മനസ്സിലാക്കുവാനും എന്നെക്കൊണ്ട് സാധിക്കുന്ന ആരോടെങ്കിലും പറഞ്ഞിട്ടെങ്കിലും നല്ല നല്ല മനുഷ്യന്മാരോട്, മനുഷ്യനെ സ്നേഹിക്കുന്ന നൽകിതികളോട് ഈ വിഷയങ്ങളൊക്കെയും പറഞ്ഞ് എന്റെ കീശയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിവില്ല. എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ചില മുതലാളിമാർ അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരുണ്ട്, അവരോട് പറഞ്ഞ് ആ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് നമുക്ക് ചിന്ത വരികയും അങ്ങനെ സാധുക്കൾക്ക് വേണ്ടി, ഫക്കീരന്മാർക്ക് വേണ്ടി, മിസ്കീന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സെങ്കിലും നമുക്ക് ഇതുപോലത്തെ സന്ദർശനങ്ങളെ കൊണ്ട് സാധിക്കും. ഏതായിരുന്നാലും നമ്മുടെ കുടുംബമിത്രാദികളായ നമ്മുടെ KMIC എന്ന ഈ കുടുംബ സംഘത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയും നമ്മൾ മൗലിദിന്റെ ശേഷം, മൗലിദിന്റെ തുടക്കത്തിൽ, ക്ലാസുകളുടെ തുടക്കത്തിൽ, ക്ലാസുകളുടെ അവസാനത്തിലൊക്കെയും ദ്വാരക്കാരുണ്ട്. പക്ഷെ ഞാൻ ഈ സമയത്ത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിലും പടച്ചവരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന്റെ ഖാദിമീങ്ങളായി ജീവിക്കുന്ന, എനിക്ക് ശബ്ദത്തിലൂടെ പരിചയമുള്ള അല്ലെങ്കിൽ ക്ലാസ് റൂമിലൂടെ പരിചയമുള്ള പല സുഹൃത്തുക്കളുമുണ്ട്. അവർക്കും അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണമേ, അവരുടെ രോഗങ്ങൾ ശിഫ നൽകണേ എന്നൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആ സ്വീകരിക്കാൻ അതൊരു കാരണമാകും. അതായത് നമ്മുടെ കൺമുമ്പിലില്ലാത്ത ഒരു സഹോദരന് വേണ്ടി അവനെ കാണാത്ത രൂപത്തിൽ അവനിക്ക് വേണ്ടി ദുആഇക്കുക, അത് എന്താകും, എന്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ അതൊരു കാരണമാകും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാനാണ്. എന്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ഒരു വിഷമം ഞാൻ അറിയുകയാണ്. ആ സുഹൃത്തിന്റെ വിഷമം ഞാൻ അറിയുന്നു. ഞാൻ എന്റെ വീട്ടിലിരുന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എന്റെ ആ സുഹൃത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുത്ത് റാഹത്തിലാക്കണേ എന്ന് ആ സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് അല്ലാഹു തആലയും ഞാനും മാത്രം അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ ആ സുഹൃത്ത് അറിയുന്നില്ല. എനിക്ക് വേണ്ടി അബൂ റയ്യാൻ ദുആ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അബൂ റയ്യാനാവുന്ന എനിക്ക് വേണ്ടി എന്റെ ഇന്നാലിന്നൊരു സുഹൃത്ത് ദുആ ചെയ്യുന്ന വിവരം ഞാൻ അറിയുന്നില്ല. പക്ഷേ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും നല്ലൊരു വിഷയമാണ് നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരുപാട് കഷ്ടപ്പെടുന്ന സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, അവരൊക്കെയും എല്ലാ സമയത്തും നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി മൈക്കയിലൂടെ മാത്രമല്ല, ക്ലാസ് റൂമിലൂടെ മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അത്തരക്കാരായ മുഅ്മിനീങ്ങളെയും ദുആയിൽ ഉൾപ്പെടുത്താൻ നമ്മളാരും മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല വിശുദ്ധമായ ദുൽഹിജ്ജ മാസം, വിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജ് കർമ്മങ്ങളൊക്കെയും കഴിഞ്ഞ് നല്ലൊരു വിഭാഗം ജനങ്ങൾ മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. വല്ലാത്ത മഹത്വങ്ങളും ആദരവും നിറഞ്ഞ, നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ രംഗം, അവർ സഹിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും എത്രത്തോളമാണെന്ന് അതൊക്കെ വളരെ വ്യക്തമായി
പല സന്ദർഭങ്ങളിലായി നമ്മളൊക്കെയും മനസ്സിലാക്കുകയും അതൊക്കെ കേൾക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ട് ഹബീബിനോടുള്ള മഹബത്ത് അധികരിപ്പിച്ചവരുമാണ്. പക്ഷെ ഇന്നൊന്ന് നോക്കൂ, ഉമ്മക്ക് പോയവരുണ്ടാവും, മക്കയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ ഹജ്ജിന് പോയവരുണ്ടാവും. ആ മക്കയിൽ നിന്ന് വിശുദ്ധമായ മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ വെച്ച ചായ ഗ്ലാസ് ഇളകാത്ത രൂപത്തിലുള്ള, അതിൽ നിന്നൊരു തുള്ളി ചായ പുറത്തേക്ക് പോവാത്ത രൂപത്തിൽ നല്ല നിരപ്പായ, ഞാൻ ഇരിക്കുന്നത് പോലും നമ്മൾ അറിയാത്ത രൂപത്തിലുള്ള സുഖകരമായ റോട്ടിലൂടെ നല്ല വാഹനത്തിൽ നല്ല എസിയുള്ള നല്ല അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെയും മക്കയിൽ നിന്ന് വിശുദ്ധമായ മദീനയിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ആ സന്ദർഭത്തിലൊക്കെയും അങ്ങനത്തെ ഞാൻ ഇത് പറയാൻ കാരണം, ഓരോ സന്ദർഭങ്ങളിലും സമയങ്ങളിലും അത് സംബന്ധമായ ചരിത്രങ്ങളും അത് സംബന്ധമായ മറ്റു സംഭവ വികാസങ്ങളൊക്കെയും ഓർക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായി വരുന്നത്. മനസ്സ് ശുദ്ധീകരിക്കാൻ പല മാർഗങ്ങളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറയാ, അതായത് യത്തീം മക്കളുടെ തലയിൽ കൈവെക്കുക. എന്നിട്ട് ആ യത്തീമിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, എല്ലാവരും ഉണ്ട്, ഞാൻ എത്ര സുഖത്തിൽ ജീവിക്കുന്നു. നേരെ മറിച്ച് ഈ ഒരു യത്തീം കുട്ടിയുടെ അവസ്ഥ ആരുമില്ല. എന്റെ മക്കൾക്ക് ഞാൻ പെരുന്നാളായിട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്തു, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ഈ യത്തീമിന്റെ ആളുണ്ട്. അത് നമ്മുടെ മനസ്സിനൊരു അലിവ് വരാനുള്ള ഒരു ചെറിയ ഒരു ചിന്തയാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ എന്റെ ശരീരം ഒന്ന് അനങ്ങാത്ത രൂപത്തിലുള്ള നല്ല വാഹത്തിലാണ് ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് എങ്കിൽ എന്റെ ഹബീബായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബിന്റെ ഉറ്റതോയനായ സിദ്ദീഖുൽ അക്ബർ, ഈ മക്കയിൽ നിന്ന് ആ മദീനയിലേക്ക് പോയ ചരിത്രം, ആ ഒരു സന്ദർഭം, ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ആ ഹബീബിനോടുള്ള മഹബത്ത്, അതല്ലെങ്കിൽ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള മഹബത്തൊക്കെയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഏതായിരുന്നാലും 11 മണിക്ക് നമ്മുടെ അബുസിനാൻ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ബാക്കിയുള്ള ഒരു 15 മിനിറ്റ് ഒരു ചെറിയ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെയും നമ്മുടെ ഹജ്ജാജിമാര്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോയവരൊക്കെയും മക്കയിൽ നിന്ന് നല്ലൊരു വിഭാഗം മദീനയിലേക്ക് നീങ്ങുന്ന സന്ദർഭമാണ്. ആ ഹബീബിനോടുള്ള സ്നേഹം, ആ ഹബീബിന്റെ തിരുമദീനയിലെത്താൻ, ആ ഹുജ്റത്തു ഷരീഫിന്റെ അടുക്കൽ ചെന്ന് ഒരു സലാം പറയാൻ, ആ റൗളയിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ, മഹാന്മാരാവുന്ന സ്വഹാബത്ത് ദർസ് ഓതി പഠിക്കാൻ, ഇൽമു പഠിക്കാൻ ഇരുന്ന തറയിലൊന്ന് കയറിയിരിക്കാൻ ഉള്ള ആഗ്രഹത്തില് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000കണക്കിന് റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളായ മുഅ്മിനീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീങ്ങുകയാണ്. ആ ഒരു രംഗം, ഒരു രാജാവും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീങ്ങിയ ഒരു ചെറിയ സംഭവം ഉസ്താദന്മാരെക്കത് കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത പല സാധാരണക്കാരും ഉണ്ടാകും. അവരെ കൂടി ഉദ്ദേശിച്ച് ഞാൻ ഇന്ന് മസാലകളിലേക്കല്ല കടക്കുന്നത്. അതൊരു ഒരു ഹജ്ജിന്റെ സന്ദർഭമാണ്, കഅബയുമായി ബന്ധപ്പെടുന്ന ഒരു മാസമാണ്, തിരുമദീനയുമായി ബന്ധപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് ആ ഒരു ചെറിയ ചരിത്രത്തിലേക്ക് ഒരു സൂചന നൽകി നമുക്കതിൽ നിന്നൊരു പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ ദിവസേന നമ്മുടെ ക്ലാസ് റൂമിൽ ഹബീബിന്റെ പേരിലുള്ള മൗലിദും സലാത്തും മദ്ഹ് ഗാനങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ ഹബീബിനെ സ്നേഹിച്ചാൽ ആ ഹബീബിനോടുള്ള മഹബത്ത് കാരണം നമുക്ക് നേടിയെടുക്കാവുന്ന ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങി വരാൻ ഞാൻ ആ ഒരു ചെറിയ സംഭവം ഒന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം കഅബയിലേക്ക് പോയവർക്കറിയാം, കഅബത്തിങ്ങൾ ചെന്നവർക്കറിയാം, അല്ലെങ്കിൽ കഅബയുടെ ഫോട്ടോ കണ്ടവർക്കറിയാം എന്ത് കഅബക്കൊരു പുതപ്പ് കാണാം. നമ്മുടെ പുതപ്പ്, അതിന് ഖിസ്വ എന്ന് പറയും, അതല്ലെങ്കിൽ മലയാളത്തിലേക്ക് വേണമെങ്കിൽ കില്ല എന്നൊക്കെയും പറയും. കഅബയുടെ കില്ല. ഈ കഅബക്ക് ആദ്യമായി കില്ല ധരിപ്പിച്ചത് ആരാണ് എന്നതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണോ,
വേറെ ആരെങ്കിലുമാണോ എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ ബാരി പോലത്തെ ഗ്രന്ഥങ്ങളിലെല്ലാം ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും ജംഅ് ചെയ്ത് അതിന്റെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ആ വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഖിലാഫിലേക്കും ചർച്ചകളിലേക്കും ഇപ്പോൾ കടക്കുന്നു. ഏതായിരുന്നാലും അറിയപ്പെട്ട ഒരു സംഭവം, പൊതുവിൽ അറിയപ്പെട്ടത്, പുതപ്പ് രൂപത്തിൽ കിസ്വയാക്കി തൂക്കിയിട്ടത് തുബ്ബൽ രാജാവ് ഒന്നാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അഥവാ ഹിമ്യർ ബിൻ വറുദർ എന്നാണ് യഥാർത്ഥത്തിൽ ആ രാജാവിന്റെ പേര്, ഹിമ്യർ ബിൻ വറുദർ. പക്ഷെ ആ രാജാവിനെ അറിയപ്പെട്ടിരുന്നത് തുബ്ബൽ രാജാവ് ഒന്നാമൻ എന്നതിന്റെ പേരിലായിരുന്നു. ഈ തുബ്ബൽ രാജാവ് ഒന്നാമൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, ചിലവർ ലോകം മുഴുവനും എന്ന് പറയുന്നുണ്ട്, ഏതായാലും ലോകത്തിന്റെ കുറെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് യമൻ പോലത്തെ രാജ്യങ്ങളൊക്കെയും അടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. ഈ രാജാവിന്റെ കൂടെ എല്ലാ സമയത്തും ധാരാളം മന്ത്രിമാരും വലിയ വലിയ സൈനിക സമൂഹവും എപ്പോഴും രാജാവിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഈ രാജാവും പരിവാരങ്ങളും എല്ലാ സമയത്തും വിവിധങ്ങളായ നാടുകൾ തെരഞ്ഞെടുത്ത് വലിയ വലിയ ഈ പണ്ഡിതന്മാരെ അതല്ലെങ്കിൽ രാജ്യങ്ങളെ സന്ദർശിക്കുന്ന ഒരു അവസ്ഥ ഈ രാജാവിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ രാജാവും പരിവാരങ്ങളും അദ്ദേഹത്തിന്റെ സൈന്യവും എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളാകുന്ന ഒരുപാട് പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടാവും. അങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഹിമ്യർ ബിൻ വറുദർ എന്ന് പറയുന്ന രാജാവ് എന്തു ചെയ്തു, ഈ രാജാവും അനുയായികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും മക്ക സന്ദർശിക്കാനായി മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ മക്കയിലെത്തി രാജാവിനെയും അനുയായികളെയും മക്ക നിവാസികൾ എന്തു ചെയ്തില്ല, കാര്യമായ ഒരു പരിഗണന കൽപ്പിച്ചില്ല. അത് ചില രാജാക്കന്മാരെ ചൊടിപ്പിക്കുന്നൊരു കാര്യമാണല്ലോ. അധികാരികൾക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള ആദരവും ബഹുമാനവും കിട്ടിയില്ലെങ്കിൽ അവരുടെ കിബർ വലുതാവുക, അത് സ്വാഭാവികമായി രാജാക്കന്മാരുടെ ഒക്കെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കന്മാരുടെ ഒരു അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഹിമ്യർ ബിൻ വറുദർ എന്ന രാജാവും അദ്ദേഹത്തിന്റെ അനുയായികളും മക്കയിലെത്തിയ സമയത്ത് മക്കക്കാര് വേണ്ടതുപോലെ ഒരു രാജാവും അനുയായികളുമാണ് അല്ലെങ്കിൽ രാജാവും സൈന്യങ്ങളുമാണ് എന്ന നിലക്കുള്ള ഒരു പരിഗണന ആർക്ക് നൽകിയില്ല. ഈ തുബ്ബൽ രാജാവ് ഒന്നാമൻ അഥവാ ഹിമ്യർ ബിൻ വറുദർ എന്ന് പറയുന്ന രാജാവിനും അനുയായികൾക്കും നൽകിയില്ല. അവര് മക്കയിലുള്ളവര് എന്തു ചെയ്യുകയാണ്, എല്ലാ സമയത്തും കഅബയെ ആദരിച്ച് കഅബയെ ബഹുമാനിച്ച് അവർ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു രാജാവും അനുയായികളും മക്കയിൽ വന്നിട്ടുണ്ട്, അതൊന്നും അവര് പരിഗണിച്ചില്ല. പക്ഷേ ഈ രാജാവിന് അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിഗണന കിട്ടാതെയായപ്പോൾ ഈ രാജാവിന് എന്തു ചെയ്തു, വല്ലാത്ത ദേഷ്യം വന്നു. ഈ അറബികളോട്, മക്കയിലുള്ള ജനങ്ങളോട് വലിയ ദേഷ്യവും അവരോട് വിദ്വേഷവും വരാൻ ഈ രാജാവിനത് കാരണമായി. കാരണം രാജാവിന് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ എന്തു ചെയ്തു എന്നല്ല, ആ രാജാവ് ഈ മക്കക്കാരെയും ഈ കഅബ കാരണമാണല്ലോ എനിക്കൊരു പരിഗണന ലഭിക്കാതിരിക്കാൻ കാരണം എന്ന നിലക്ക് ഈ കഅബക്കെതിരെ വളരെ മോശമായ രൂപത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ രാജാവ് എത്തിച്ചേരുകയാണ്. അങ്ങനെ എന്തു ചെയ്തു, രാജാവ് ക്ഷുഭിതനായപ്പോൾ, ദേഷ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിമാര് ഈ രാജാവിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയെങ്കിലും പക്ഷേ അവരെന്ത് ചെയ്തില്ല, രാജാവിന് അതൊന്നും സഹിക്കാൻ സാധിച്ചില്ല. ഞാൻ മക്കയിൽ വന്നു, ഞാനൊരു രാജാവല്ലേ, എനിക്കർഹിക്കുന്ന ഒരു പരിഗണന ഇവർ കൽപ്പിച്ചില്ലല്ലോ എന്ന ദേഷ്യം ഈ രാജാവിനെ അധികരിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ കഅബയാണല്ലോ ഇതിനെല്ലാം കാരണം
എന്ന് മനസ്സിലാക്കി രാജാവ് സൈന്യത്തെ മക്കയുടെ പരിസരത്തുള്ള ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂട്ടി മക്കയിൽ നിന്ന് കഅബ പൊളിച്ചു മാറ്റാനും മക്കാനിവാസികളായ പുരുഷന്മാരെ വധിച്ചു കളയാനും സ്ത്രീകളെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്യുവാനും ഈ കഅബ എന്ന പേരിനു പകരം കരിബ എന്ന പേര് നൽകുവാനും തീരുമാനമെടുക്കുകയാണ്. ഞാൻ കഅബയുമായി ബന്ധപ്പെട്ട ഒരു സമയമായതുകൊണ്ടാണ് ഈ ചരിത്രം. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കഅബയോടുള്ളൊരു വിദ്വേഷം കാരണം ഈ രാജാവിന് വന്നതായ വലിയ വലിയ നാശങ്ങളും, പിന്നെ രാജാവിന് എനിക്ക് വലിയ നാശങ്ങളും വലിയ വലിയ രോഗങ്ങളൊക്കെയും വരാൻ കാരണം ഈ കഅബയെ എതിർത്തതാണ് എന്ന ബോധം വന്നപ്പോൾ ആ കഅബയെ ആദരിച്ചതിന്റെ പേരിൽ ആ രാജാവിന് വന്ന മഹത്വങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ഓരോ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, അല്ലെങ്കിൽ സ്നേഹിക്കേണ്ട, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൽപ്പിക്കേണ്ട വസ്തുക്കളോട് നമുക്ക് അനാദരവ് വന്നാൽ, നമുക്ക് ബഹുമാനക്കുറവ് വന്നാൽ അതിൻ്റെതായ തിക്തഫലം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും രാജാവ് ഒരു തീരുമാനമെടുത്തു, കഅബ മക്കയിൽ നിന്ന് പൊളിച്ചു മാറ്റണം, അതുപോലെ തന്നെ ഈ മക്കയിലുള്ള മുഴുവൻ പുരുഷന്മാരെയും കൊന്നുകളയണം, അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെയും എന്തു വേണം, അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കഅബ എന്ന പേര് മാറ്റി എടുത്തു. എന്തു ചെയ്തു? രാജാവിന് ഇങ്ങനൊരു തീരുമാനം രാജാവ് എടുത്തപ്പോൾ ഒരു ശക്തമായ ഒരു തലവേദന അല്ലാഹു തആല ഈ രാജാവിന് നൽകുകയാണ്. അങ്ങനെ ഈ തലവേദന ശക്തിയായി അദ്ദേഹത്തിന്റെ മൂക്ക്, ചെവി, വായ, കണ്ണ് എന്നിവിടങ്ങളിൽ നിന്ന് അതിശക്തമായ ദുർഗന്ധം വമിക്കുന്ന ഒരു വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്റെ മുഅ്മിനീങ്ങൾ വളരെ ഗൗരവത്തിൽ സാധാരണക്കാർ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ആക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ഇന്ന് ആനുകാലികമായ ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് പലവരും പല ജാതി രൂപത്തിലും പല തമാശകളും പറഞ്ഞു ചിരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച വസ്തുക്കളെ നാം നിസ്സാരമായി കാണുമ്പോൾ ചിലപ്പം അതിന്റെ തിക്തഫലം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെയും സംഭവിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും ഈ കഅബക്കെതിരെ, മക്കയിലുള്ള ജനങ്ങൾക്കെതിരെ ഈ രാജാവ് ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ എന്തു ചെയ്തു? ഈ രാജാവിനിക്കൊരു ശക്തിയായ തലവേദന അല്ലാഹു തആല നൽകുകയാണ്. ഈ തലവേദന ശക്തിയായി രാജാവിന്റെ മൂക്കിലൂടെയും ചെവിയിലൂടെയും വായയിലൂടെയും കണ്ണിലൂടെയും ദുർഗന്ധം വമിക്കുന്ന ഒരു വെള്ളം പുറത്തേക്ക് വരികാൻ തുടങ്ങി. പക്ഷേ ഈ രാജാവിന്റെ മൂക്കിലൂടെയും വായയിലൂടെയും ചെവിയിലൂടെയും കണ്ണിലൂടെയും ഈ ദുർഗന്ധം വമിക്കുന്ന വെള്ളം പുറത്തേക്ക് വരുന്നത് കാരണം ഒരാൾക്കും രാജാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും വലിയ ദുർഗന്ധമാണ് ഈ രാജാവിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെയും വരുന്ന ഈ വെള്ളത്തിനിക്കുള്ളത്. രാജാവ് ആകെ വിഷമിക്കുകയാണ്. കാരണം രാജാവിന്റെ അടുക്കലേക്ക് ഒരാളും ചെല്ലുന്നില്ല. രാജാവിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ മറ്റുള്ളവരോട് പറയണമെങ്കിൽ അടുത്തേക്ക് ചെല്ലണ്ടേ, ആരും ചെല്ലുന്നില്ല. രാജാവ് ആകെ വിഷമിച്ചു എന്നല്ല, രാജാവിന്റെ പരിസരത്ത് പോലും ആർക്കും നിൽക്കാതെ ആ ദുർഗന്ധം ചുറ്റുഭാഗത്തേക്കും അടിച്ചു വീശാൻ തുടങ്ങി. രാജാവിന്റെ രോഗം കണ്ടെത്തി ചികിത്സിക്കാനായി പല വൈദ്യന്മാരും, പല തത്വജ്ഞാനികളും, പല മതപണ്ഡിതന്മാരും ഒരുമിച്ചുകൂടി അവരുമായി കാര്യം ചർച്ച ചെയ്യാനും രാജാവ് മന്ത്രിക്ക് നിർദ്ദേശം നൽകി. അവരെല്ലാം ഒത്തുകൂടി രാജാവിന്റെ രോഗത്തെപ്പറ്റി ചർച്ച നടത്തിയെങ്കിലും അവർക്ക് അദ്ദേഹത്തിന്റെ രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ സൈന്യങ്ങളിൽ നല്ല നല്ല ഡോക്ടർമാരുണ്ട്, നല്ല നല്ല വൈദ്യന്മാരുണ്ട്,
നല്ല നല്ല തത്വചിന്തകന്മാരുണ്ട്. പക്ഷെ എന്താണ് ഈ രാജാവിന്റെ രോഗത്തിന് കാരണം എന്ന് മനസ്സിലാവണ്ടേ? കാരണം മനസ്സിലാവുന്നില്ല. വൈദ്യന്മാരും തത്വചിന്തകന്മാരും ആകെ കുഴങ്ങി. രാജാവുമായി വേണ്ടതുപോലെ സമ്പർക്കം പുലർത്താൻ, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത്രയും ദുസ്സഹമായ വാസനയായിരുന്നു രാജാവിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരുന്നത്. അവസാനം അവർക്കിങ്ങനെ പറയേണ്ടി വന്നു. അതായത് ഈ ഭൂമിയിൽ നിന്നുണ്ടാവുന്ന രോഗത്തിനു മാത്രമേ ഞങ്ങൾക്ക് ചികിത്സിക്കാനാകുകയുള്ളൂ. ഈ രോഗം ആകാശത്തു നിന്ന് ഇറങ്ങിയതും അള്ളാഹുവിന്റെ ശിക്ഷയുമാണ്. ഇതിന് പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ അശക്തരാണ് എന്ന തീരുമാനത്തിലാണ് രാജാവിന്റെ സൈന്യത്തിലുള്ള വൈദ്യന്മാരും അല്ലെങ്കിൽ ഡോക്ടർമാരും എത്തിച്ചേർന്നത്. ഈ രാജാവിന് വന്ന രോഗം ഇത് ആകാശത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭാഗമായി ഇറങ്ങിയ ഒരു രോഗമാണ്. അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല. ഞങ്ങളെക്കൊണ്ട് എന്തേ സാധിക്കുള്ളൂ? ഭൂമിയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക് അതിന്റെ രോഗങ്ങളുടെ കാരണം ഇന്നതാണ്, അതിന്റെ മരുന്ന് ഇന്നതാണെന്ന് കണ്ടുപിടിക്കാനേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ആകാശത്തിൽ നിന്ന് ഇത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയെന്നോണം ഇറങ്ങിയ ഒരു രോഗമാണ്. ഇതിന് മരുന്ന് കണ്ടെത്താൻ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല എന്ന തീരുമാനത്തിലേക്കാണ് ഈ രാജാവിന്റെ സൈന്യത്തിലുള്ളതായ വൈദ്യന്മാരും ഡോക്ടർമാരും മറ്റു മതപണ്ഡിതന്മാരും തത്വചിന്തകന്മാരൊക്കെയും എത്തിച്ചേർന്നത്. അവസാനം രാജാവ് കുഴങ്ങുകയാണ്. വൈദ്യന്മാര് കൈയൊഴിച്ചു, ഡോക്ടർമാര് കൈയൊഴിച്ചു, തന്റെ അടുത്ത മന്ത്രിമാര് അതല്ലെങ്കിൽ ഉപദേഷ്ടാക്കൾ പോലും എന്റെ അടുത്തേക്ക് വരാതെ മാറി നിൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഹിംയർ ബിൻ വർദ എന്ന രാജാവ് എല്ലാ നിലക്കും ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഇനി അവർ അബുസിനാൻ ഉസ്താദിന്റെ 11 മണിയായിട്ടുണ്ട്. അബുസിനാൻ ഉസ്താദിന്റെ ക്ലാസ് നടക്കാനുണ്ടായതുകൊണ്ട് ഞാൻ അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ശ്രോതാക്കളായ മുഅ്മിനീങ്ങൾക്ക് ഇല്ല, വിരുന്നുകാരൻ പോയിട്ടില്ല, അതല്ലാതെ ആ ക്ലാസ് നടക്കാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ക്ലാസ്സാണ്. കാരണം എല്ലാവരും വീട്ടിലാരോ വിരുന്നുകാരുണ്ട് എന്ന് പറയുന്നു അബുസിനാൻ ഉസ്താദ്. ആരുണ്ടെങ്കിലും, കാരണം വീട് നിർമ്മാണ സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഏതായാലും ഈ ഹിമ്യർ ബിൻ വർദ രാജാവിന് വന്ന ഈ വലിയൊരു അസുഖം പിന്നെ അത് ശിഫയാകുകയാണ്, ഭേദമാവുകയാണ്. അതായത് ഹിമ്യർ ബിൻ വർദ രാജാവിന് ബോധം വരികയാണ്, എനിക്ക് ഇങ്ങനൊരു മാരകമായ രോഗം വരാൻ കാരണം ഞാൻ ഈ വിശുദ്ധമായ കഅബാലയത്തിനെതിരെ തിരിഞ്ഞതാണ് എനിക്കിങ്ങനത്തെ ഈ വലിയ രോഗത്തിന് കാരണമെന്ന് ഈ ഹിമ്യർ ബിൻ വർദ രാജാവിന് ബോധ്യപ്പെടുകയും ആ ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്ത് കഅബയെ ബഹുമാനിച്ച് ആദ്യമായി യമൻ വസ്ത്രം കൊണ്ട് നെയ്തതായ കില്ല കഅബക്ക് പുതിപ്പിക്കുകയും ആ ഹിമ്യർ ബിൻ വർദ എന്ന രാജാവും അനുയായികളും മദീനയിലേക്ക് പോകുകയും മദീനയിൽ അവരുടെ ആ രാജാവിന്റെ അനുയായികളിൽ നിന്ന് 400ഓളം പണ്ഡിതന്മാർ മദീനയിൽ താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത സംഭവം വിശാലമായി പോകുകയാണ്. ഞാൻ ഇനി അതിന്റെ വിശാലതയിലേക്ക് കടന്നാൽ അബുസിനാൻ ഉസ്താദിന്റെ ക്ലാസ് നഷ്ടപ്പെടും. ഏതായാലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറഞ്ഞു നിർത്തുന്നൊരു പോയിന്റ്, കഅബയാവുന്ന അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച വിശുദ്ധമായ കഅബാലയത്തിനെതിരെ തുബ്ബൈ രാജാവ് ഒന്നാമൻ അഥവാ ഹിമ്യർ ബിൻ വർദ എന്ന രാജാവ് തിരിഞ്ഞപ്പോൾ എല്ലാ നിലക്കും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലുള്ള ശാരീരികമായ വലിയ ഒരു രോഗം ഹിമ്യർ ബിൻ വർദ രാജാവിന് അള്ളാഹു നൽകുന്നു. അവസാനം രാജാവിന് ബോധ്യപ്പെടുന്നു, കഅബക്കെതിരെ തിരിഞ്ഞതാണ് എനിക്ക് ഈ വലിയ രോഗത്തിനു കാരണം എന്ന ബോധോദയം രാജാവിനുണ്ടാവുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്താൽ നാളെ പറയാം. അതുകൊണ്ട് കഅബയുടെ ആദരവ്, അതൊരു കഅബയുടെ ആദരവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടൊരു വിഷയം മാത്രമല്ല, എല്ലാം ആദരിക്കേണ്ട ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ നാം കളിയാക്കുകയോ നിസ്സാരമാക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്ത് ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മരിക്കുന്ന സമയത്ത് ചീത്തയായി മരിക്കേണ്ട ഒരു അവസ്ഥയെങ്കിലും നമുക്കെത്തും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ സാന്ദർഭികമായി ഞാനൊരു കാര്യം ഉണർത്തി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. നമ്മുടെ നോമ്പിന്റെക്ക് മുന്നേയുള്ള നിസ്കാര സംബന്ധമായ ക്ലാസുകളിൽ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ്. അത് കേൾക്കാത്ത ഏതെങ്കിലും മുഅ്മിനീങ്ങളിൽ സമയത്തുണ്ടെങ്കിൽ അത് കേട്ട് ഒരുപാട് മുഅ്മിനീങ്ങളെ എന്നെ വിവരം അറിയിച്ചു. ഈ വിഷയത്തിന്റെ ഗൗരവം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഏത് വിഷയം? കഅബയുടെ ഫോട്ടോമുള്ള, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവിയുടെ ഫോട്ടോമുള്ള മുസല്ലയിൽ ചവിട്ടി നിസ്കരിക്കുന്ന സാഹചര്യം. അത് ശ്രദ്ധിക്കാത്ത മുഅ്മിനീങ്ങൾ ആരെങ്കിലും നമ്മുടെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, ഒരിക്കലും അത് ചെയ്യരുത്. കാരണം കഅബയുടെ രൂപമുള്ള ഫോട്ടോമുള്ള മുസല്ലക്ക്, മസ്ജിദുൻ നബവിയുടെ ഫോട്ടോ ഉള്ള മുസല്ലക്ക് സ്ഥാനവും ബഹുമാനവുമുണ്ട്. അത് നിലത്തിടാൻ പാടില്ല. അതിനെ നമ്മുടെ കാലുകൊണ്ട് അതിനെ ചവിട്ടാൻ പാടില്ല. പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന സമയത്ത് വരയും കുഴിയുമുള്ള വസ്തുക്കളിലേക്ക് നോക്കി നിസ്കരിക്കുന്നത് തന്നെ കറാഹത്താണ്. പ്രത്യേകിച്ച് അത് കഅബയിലെയും മസ്ജിദുൻ നബവിയിലെയും ഫോട്ടമുള്ള മുസല്ലകളാകുമ്പോൾ നമ്മുടെ കാലുകൊണ്ട് ചവിട്ടുന്ന സമയത്ത് അതിനൊരു നിന്ദിക്കലാണ്, അതിനെ നിസ്സാരപ്പെടുത്തലാണ്. അത് നമ്മുടെ ക്ലാസ് റൂമിൽ വളരെ വ്യക്തമായി നമ്മൾ മുൻ ക്ലാസുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില സുഹൃത്തുക്കൾ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ ആ ക്ലാസ് എടുത്ത് കേട്ടു. ഞങ്ങളെ റൂമിലുള്ള UAE-യിൽ നിന്ന് പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു സന്തോഷത്തോടുകൂടെ, ഞങ്ങളൊക്കെ റൂമിൽ ശ്രദ്ധിക്കാതെ ഞങ്ങൾ കഅബന്റെ ഫോട്ടോക്കില്ല മുസല്ലിയിൽ ചവിട്ടിയിട്ടായി നിസ്കരിച്ചിരുന്നു. അതൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് ഞങ്ങൾ മുകളിൽ വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ പ്ലെയിൻ കളറുള്ള വരിയും കുരികളൊന്നുമില്ലാത്ത നല്ല പ്ലെയിൻ രൂപത്തിലുള്ള മുസല്ല വാങ്ങി ഞങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ശ്രദ്ധിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കഅബയുടെ ഫോട്ടമാണെങ്കിലും മസ്ജിദുൻ നബവിയുടെ ഫോട്ടമാണെങ്കിലും അതിന് ആദരവും ബഹുമാനവുമുണ്ട്. ഒരിക്കലും നമ്മുടെ കാലുകൊണ്ട് അതിന്മേൽ ചവിട്ടുന്നൊരവസ്ഥ വരരുത്. അറിയാതെ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപൊറുത്ത് മാഫാക്കി തരുമാറാവട്ടെ. പണ്ഡിതന്മാരൊക്കെയും ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് ഉണർത്തിയതുപോലെ പൊന്മല ഉസ്താദിന്റെ ഫത്താവയിലൊക്കെയും ആ വിഷയം വളരെ വ്യക്തമായി മഹാനായ പൊന്മല ഉസ്താദൊക്കെയും വിശദീകരിക്കുന്നുണ്ട്. CM വലിയുള്ള പോലോത്തവരൊക്കെയും വളരെയധികം അത് ഉപദേശിച്ചതാണ്. മഹാനായ CM വലിയുള്ള ഏതോ ഒരു സദസ്സിലേക്ക് ചെന്ന സമയത്ത് കഅബയുടെ ഫോട്ടമുള്ള ഒരു മുസല്ല വിരിച്ച് അതിൽ ജനങ്ങൾ ഇരിക്കുന്നത് കണ്ടപ്പോ ഏതോ കഅബയുടെ ഫോട്ടത്തിന്റെ മേലെ ഇങ്ങനെ ചണ്ടി വെക്കാൻ പറ്റിയതല്ല എന്നൊക്കെയും പറഞ്ഞ് CM അതിനെ എതിർത്തതും ആ മുസല്ല അവരെന്ന് ഒഴിവാക്കിയ ചരിത്രങ്ങളൊക്കെയും CM-മായി ബന്ധപ്പെട്ട പല ഉസ്താദന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ രാജാവിനൊരു വലിയ ദുരാവസ്ഥ, വലിയ ഒരു മാരകമായ രോഗം വരാൻ കാരണം കഅബക്കെതിരെ തീരുമാനമെടുത്തതാണ്. കഅബയുടെ ആദരവ് ഇല്ലാതെയാക്കുന്ന ഒരു തീരുമാനത്തിൽ കെട്ടിയതാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ഒരു നിലക്കും നമ്മുടെ ഭാഗത്തിൽ നിന്ന് അനാദരവ് വരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അടുക്കൽ നിന്ന് അങ്ങനെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപൊറുത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഇങ്ങനെ രാജാവിന് വലിയ ഒരു രോഗം വന്നു. ഇനി ആ രാജാവിന്റെ രോഗം മാറുന്ന ഭാഗത്തേക്ക് അത് മാറാനും അത് നല്ലൊരു അവസ്ഥയിലേക്ക് രാജാവ് എത്തിച്ചേരുന്ന ഒരു രംഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അല്ലാഹു തആല പറയാനും കേൾക്കാനും ആദരിക്കേണ്ട വസ്തുക്കളെ ആദരിക്കാനും നിന്ദിക്കേണ്ട വസ്തുക്കളെ നിന്ദിക്കാനുമുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അബ്സിനാൻ ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിച്ച് താൻ ആഗ്രഹിക്കുന്ന പല മുഅ്മിനീങ്ങളുമുണ്ട്. അതുപോലെ തന്നെ വീട് നിർമ്മിച്ചിട്ട് കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അങ്ങനെ പല ജാതി വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള പല മുഅ്മിനീങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ ബന്ധപ്പെട്ടവരുടെ കുടുംബമിത്രാദികളിലുമുണ്ട്. അല്ലാഹു തആല എല്ലാ നിലക്കും ഇസ്സത്തുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകുമാറാവട്ടെ.
ചെയ്യുന്നു. ദുആ വസിയ്യത്തോടെ. അസ്സലാം.